ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞങ്ങൾ അച്ഛൻ കൊണ്ടുവന്നതാണ് ഹാർബറിൽ നിന്ന്. അച്ഛൻ രാവിലെ ഹാർബറിൽ പോകും കേട്ടോ, ചുമ്മാ പോണതാണ്. അപ്പോൾ രാവിലെ പോകും. ഇപ്പോൾ പിന്നെ ട്രോളിങ് ആയതുകൊണ്ട് വള്ളക്കാരാണ്, അപ്പോൾ വള്ളക്കാരുടെ ചെമ്മീനാണത്. അപ്പോൾ അച്ഛനൊരു 10 മണിക്കൊക്കെ ശേഷമാണ് ഇപ്പോൾ പോണത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അച്ഛന് മീനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോൾ അതുകൊണ്ട് മീനൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, അച്ഛൻ കൊണ്ടുവരും. അപ്പോൾ ഇത് നല്ല അടിപൊളി വലിയ ചെമ്മീനാണ് കേട്ടോ. അത് കണ്ടോ, ഞാനപ്പോൾ കുറച്ച് കിള്ളി എടുത്തായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് വീഡിയോയുടെ കാര്യം ഓർത്തത്. അപ്പോൾ ഇത് ഇങ്ങനെ കിള്ളി എടുക്കട്ടെ. വലിയ ചെമ്മീനാണ്, നമുക്ക് പെട്ടെന്ന് ഇട്ടൊന്ന് കിള്ളി കഴിയോട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ. ഈ ഒരു പാത്രം നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിള്ളി കഴിയേണ്ട എത്ര കിട്ടുമെന്ന് നോക്കാം കേട്ടോ. നമ്മൾ കിള്ളി കഴിയുമ്പോൾ തൊണ്ടായിരിക്കുമല്ലോ കൂടുതലും. ഇതുണ്ട് ചെമ്മീൻ്റെ വലിപ്പം കണ്ടാം. അപ്പം നമുക്കിതെല്ലാം കിള്ളി എടുക്കാം. അപ്പോൾ ഞാനത് വേഗം കിള്ളി എടുക്കട്ടെ കേട്ടോ. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ചെമ്മീൻ്റെ നല്ല മുഴുമുഴ വലിപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ. കണ്ടോ, നമ്മൾ സാധാരണ ചില സമയത്ത് ചെറിയ പൊടി ചെമ്മീൻ നമുക്ക് കിള്ളിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് പണി കഴിയും. നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്തിരിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല വലുപ്പമുള്ള തക്കുടുകുണ്ടന്മാരായ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ എല്ലാവരും ഫേവറേറ്റ് ആയിരിക്കില്ല. എനിക്കും ചെമ്മീൻ ഭയങ്കര ഫേവറേറ്റ് ആണ്. മീൻ ഞാൻ അങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കിള്ളി കഴിഞ്ഞപ്പോൾ ഇത്ര ഉണ്ട കിട്ടിയത് കണ്ടോ. ആ ഒരു പ്ലേറ്റ് കിള്ളി കഴിഞ്ഞപ്പോൾ ഇത്രയുമാണ് നമുക്ക് എൻ്റെ മാംസം കിട്ടിയത് കണ്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകിയൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ കഴുകിയൊക്കെ കഴിഞ്ഞത് ഉണ്ണിക്ക് ഫ്രൈ ചെയ്ത് മതി എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ നിന്ന് 2-3 എടുത്തിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അതങ്ങനെ ഞാൻ മുളക് വിരട്ടി മാറ്റി വെക്കണേ കേട്ടോ, ഉണ്ണിക്കുട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കുള്ളത് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഇത് 2-3 എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എങ്ങനെ വെക്കണത് നിങ്ങൾ നോക്കിക്കോട്ടെ. ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഈ ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ ഞാനിതൊന്ന് നല്ലോണം വേവിച്ചെടുക്കോട്ടെ. അപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ ഓൾറെഡി വെള്ളമാകും, അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ അടച്ചു വെച്ച് സ്റ്റവ് ഒന്ന് സ്ലോ ആക്കി വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇടക്കിടക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണോട്ടോ, അല്ലെങ്കിൽ നല്ല അടുക്കി പിടിച്ച് നല്ല പരുവും. ഇതാണ് നമ്മുടെ ചെമ്മീൻ ഇപ്പം നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. വെള്ളം കണ്ടോ, നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും വെള്ളം ആയതുകൊണ്ട് അപ്പോൾ ചെമ്മീൻ ഓൾറെഡി വെള്ളമാവും. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കതുപോലെ വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചെമ്മീൻ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഇടാൻ ഒരു സവാള എടുത്തിട്ടുള്ളത്, ആകെ ഒരു സവാള മാത്രം, പിന്നെ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണ്ടത്. അപ്പം ഉപ്പുമുളകും വരട്ട് ചെമ്മീനോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ചു. നമ്മുടെ വെന്ത ചെമ്മീൻ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇരിക്കണില്ലേ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ചട്ടിയിൽ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് എടുത്തിട്ടു. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും അതിലേക്ക് എടുത്തിട്ടു. നല്ലോണം നല്ല അടിപൊളിയായിട്ട് കയ്യിൽ കൊണ്ട് വഴവഴ ഇളക്കി കൊടുക്കട്ടെ. നല്ലോണം വഴറ്റി എടുക്കണം സവാള. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിവിടെ ചെറിയൊരു പാൻ വെച്ചിട്ട് ഉണ്ണിക്ക് മാറ്റി വെച്ച് ചെമ്മീൻ വറുത്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ അത് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ഇടക്കിടക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ അത് ഇവിടെ വെളിച്ചെണ്ണ ചൂടായി. അപ്പം ഞാൻ ഇതിലേക്കുള്ള മാറ്റി വെച്ച ആ മുളക് വരട്ട് ചെമ്മീൻ എടുത്ത് പാനിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്ത് അത് അവിടെ കിടന്ന് ഫ്രൈ ആയിക്കോട്ടെ. അപ്പം നമ്മുടെ 2 പണി നടക്കും. അപ്പോൾ അത് ഇത് വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടുക്കി പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്നും മുരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ഒരു കുഞ്ഞ് സ്പൂണാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 2.25 സ്പൂൺ, ഒരു ചെറിയ സ്പൂണാണ്. ആ ഒരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടക്കിടക്ക് നമ്മുടെ ചെമ്മീൻ നോക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഞാൻ അത് ഓക്കെ ആയപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സവാള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മാറ്റി വെച്ച ചെമ്മീൻ, കുറച്ച് ചെമ്മീൻ മാത്രം എടുക്കുന്നുള്ളൂ. നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് 2-3 ചെമ്മീൻ, 5-6 ചെമ്മീൻ ഇട്ടിട്ട് നല്ലോണം വഴ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലോണം അങ്ങനെ മിക്സ് ആയിട്ട് നമുക്ക് നല്ലോണം വഴറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആവി പറക്കണ കണ്ടില്ലേ. അപ്പോൾ അത് ആവി പറക്കണ ചെമ്മീൻ എടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ചോറ് വിളമ്പി ബാക്കിയുള്ള കറികളും എല്ലാം വിളമ്പിയിട്ട് നമ്മൾ ഊണിരിക്കാൻ പോകണം. ഓക്കെ ടാറ്റാ.